ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കയറി കാണണം കേട്ടോ. കാണൂലേ? ഞാൻ കാണും. അല്ല അല്ല കാണൂല ഗൈസ്. ഇവളെയൊക്കെയാണ് ഞാൻ കൂടെ കൊണ്ടുപോയി കഴിക്കാത്തോണ്ട്. ഗൈസ് നമ്മളിന്ന് എത്തിയിട്ടുള്ളത് കഫേ കൊക്കോണിലാണ്. എവിടെയാണ്? എന്താ ഇത്ര സങ്കടം? ഫുഡ് കഴിച്ച് ഭയങ്കര ക്ഷീണിച്ചിരിക്കുകയാണ് ഗൈസ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ വീഡിയോ കണ്ടപ്പോൾ തന്നെ കാര്യം മനസ്സിലായിട്ടുണ്ടാവില്ലേ, ഇന്ന് ഇവളുമാരുടെ കാട്ടിക്കൂട്ടലുകളായിരിക്കും കാണാൻ പോകുന്നത്. ശരിക്കും ഗൈസ്, ഞങ്ങൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരുമിച്ച് രണ്ടുപേരും കൂടെ പുറത്തിറങ്ങുന്നത്. അപ്പോൾ അത് ഞങ്ങൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ആ വീഡിയോ ഒന്ന് ചെറുതായിട്ട് ക്യാപ്ചർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടുള്ള വ്ലോഗ്സാണ് കേട്ടോ. അങ്ങനെ കാര്യമായിട്ടുള്ള വീഡിയോ ലെങ്ത്തും കാര്യങ്ങളും ഒന്നും പ്രതീക്ഷിക്കേണ്ട, എന്നാലും ഞങ്ങളുടെ കുട്ടി കുട്ടി കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ നേരെ ഇവിടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. വീട്ടിൽ വന്ന് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചിൽ ഔട്ട് ചെയ്തിട്ട് ഇരുന്നിട്ട് ഞാനും റെഡിയായി നേരെ നമ്മളിതാ കാഞ്ഞിരപ്പള്ളി കഫേ കൊക്കൂണിലേക്കാണ് എത്തിയിട്ടുള്ളത്. അപ്പം അടിപൊളി ആംബിയൻസിലുള്ള നല്ലൊരു കഫേയാണ് കേട്ടോ. അത്യാവശ്യം റേറ്റും കാര്യങ്ങളും ഉണ്ട് ഫുഡിനെങ്കിലും കഫേ ആംബിയൻസ് ആൻഡ് അടിപൊളി ഫുഡുമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിത് അവിടെ എത്തി പുള്ളിക്കാരി മെനു ഒക്കെ നോക്കുന്നുണ്ട്. ഇതാണ് കഫേയുടെ ഒരു ആംബിയൻസ് വരുന്നത്. ആൻഡ് ദേ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഓരോന്നോരോന്നിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ വലിയ വണ്ടിയിൽ വന്ന് ഇറങ്ങിയിരിക്കുന്ന ആളാണ് മോമോസ്. അപ്പോൾ നമ്മൾ സ്റ്റീംഡ് ചിക്കൻ മോമോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞപ്പോൾ ആ പ്രസൻറ്റേഷനെ കണ്ടപ്പോൾ ഞങ്ങൾ ആലോചിച്ചത് എന്ത് സാധനമാണ് ഈ വരുന്നതെന്നൊക്കെ. ബട്ട് മോമോസ് ആയിരിക്കും ഒരിക്കലും പ്രതീക്ഷയില്ല കേട്ടോ. എനിവേ പ്രസൻറ്റേഷൻ വൈസ് അടിപൊളിയായിരുന്നു. ആൻഡ് ടേസ്റ്റ് വൈസും മോമോസ് സൂപ്പറായിരുന്നു കേട്ടോ. മോമോസ് ആ തന്തൂരിമായ കൂട്ടിയിട്ടാണെങ്കിലും വെജുമായ കൂട്ടിയിട്ടാണെങ്കിലും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആൻഡ് നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ സെർവ് ചെയ്തുകൊണ്ട് തന്നെ നാക്ക് പൊള്ളാതെ നിങ്ങളും സൂക്ഷിക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള നെക്സ്റ്റ് ഫുഡായിട്ട് എത്തിയിട്ടുണ്ട് നമ്മുടെ പുൽമിയ ബർഗർ. അപ്പോൾ കുറേ നാൾ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സാധനമാണ്. ബട്ട് ട്രെൻഡൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. കുറച്ച് ബഡ്ജറ്റ് ടൈറ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് നമുക്ക് അഫോർഡബിൾ അല്ലായിരുന്നു. കാരണം 250 റുപ്പീസാണ് ഈ ഒരു ബർഗറിന് മാത്രം വരുന്നത് കേട്ടോ. അതുകൊണ്ട് നമ്മൾ നേരത്തെ കഴിച്ചിട്ടില്ല. ഇപ്പം നമ്മൾക്ക് കുറച്ച് കാശൊക്കെ ആയപ്പോൾ നമ്മൾ റിച്ച് ആയപ്പോഴത്തേക്കും നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയതാണ്. എനിവേ ഞാൻ ഇത് കഴിച്ചു നോക്കുന്നുണ്ട്. ശരിക്കും ഒരു മെസ്സി ഫുഡ് എന്നാണ് നമ്മുടെ ബർഗറിനെ അറിയപ്പെടുന്നത് അല്ലേ. അതിലും മെസ്സിയാണ് ഈ ചീസി ബർഗറും കൂടെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർ അതിൻ്റെ കൂടെ ഒരു ഗ്ലൗസോ കാര്യങ്ങളോ കൂടെ കൊടുക്കണമെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. കാരണം കയ്യിലും ദേഹത്തും ഫുഡ് ഫുള്ളാവും കേട്ടോ. ആ ചീസ് ഫുള്ള് നമ്മുടെ കയ്യിലില്ലാവും. നെക്സ്റ്റ് ഇതാ അവൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് പെപ്പർ അൽഫാം. അതിൻ്റെ കൂടെ ഒരു കുബൂസും മയനീസും സാലഡും ഒക്കെയാണ് വരുന്നത്. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. പക്ഷേ പുള്ളിക്കാരിക്ക് അത്യാവശ്യം കുഴപ്പമില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അമ്മാതിരി അഭിനയിക്കുന്നത്. ബട്ട് എനിക്ക് പെപ്പർ പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. പെപ്പറിൻ്റെ ഫ്ലേവർ നല്ല ഇഷ്ടമുള്ള ഒരാളാണ്. അതുകൊണ്ടായിരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ല പെപ്പർ ഫ്ലേവറൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ പെപ്പർ അൽഫാം ഒരു മസ്റ്റ് ട്രൈ ആയിട്ടാണ്. അങ്ങനെ എനിവേ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പയ്യെ അവിടുന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഞങ്ങൾക്ക് മാത്രമായിട്ട് ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് കിട്ടുന്നത്. കാരണം MBA ഒക്കെ ചേർന്നതിന് പിന്നെ നമുക്ക് അങ്ങനെ ഒരു ടൈം നമ്മൾ കിട്ടിയിട്ടില്ല. കാരണം മീറ്റ് ചെയ്യാറൊക്കെ ഉണ്ടെങ്കിലും ജസ്റ്റ് വന്ന് കണ്ടുപോകും, വർത്തമാനം പറയാം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ഞങ്ങൾ ഫുൾ ഡേ ഞങ്ങൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ദറ്റ് വാസ് സൂപ്പർ ഗൈസ്. പിന്നെ നമുക്ക് അവിടെ ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു. ആ ഊഞ്ഞാലിലൊക്കെ ഇരുന്ന് ഇങ്ങനെ ആടി കുറേ നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷമായിരുന്നു നമ്മളവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ പോവാണ് അങ്ങനെ കഫേ കൊക്കോണിനോട് ബൈ ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ നേരെ ബസ് കയറി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. സോ ഞങ്ങൾ രണ്ടുപേരും ഹൈസ്കൂൾ പഠിച്ച AKG സ്കൂളാണ് നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ 7 കൊല്ലമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. SLC കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. പിന്നെ ഇപ്പോഴാണ് കേട്ടോ തിരിച്ചു വരുന്നത് ഞങ്ങൾ രണ്ടും ഒരുമിച്ച്. ആൻഡ് ഞങ്ങൾ പഠിക്കുമ്പോഴത്തേക്കും ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ബിൽഡിങ് ഹയർ സെക്കൻഡറി ആയിരുന്നു. ഇപ്പോൾ അത് പ്ലേ സ്കൂൾ കിൻഡർ ഗാർഡനൊക്കെ ആയി, നമ്മുടെ ചാപ്പൽ, അങ്ങനെ സ്കൂളിന് വന്നേക്കുന്ന ഒരുപാട് മാറ്റങ്ങളൊക്കെ കണ്ട് നമ്മളിങ്ങനെ ഇറങ്ങി നടക്കുക. പുതിയ പുതിയ ബിൽഡിങ്സ്, പുതിയ ടീച്ചേഴ്സ്, പുതിയ കുട്ടികൾ, അങ്ങനെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സ്വന്തം ജോർജോടി സാറിനെയും ടോമി സാറിനെയൊക്കെ കണ്ട് വർത്താനമൊക്കെ പറഞ്ഞ് ഹാപ്പി ആയിട്ടാണ് നമ്മളവിടെ നിന്ന് തിരിച്ചിറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും നമ്മൾ പഠിച്ച സ്കൂളിലേക്കൊക്കെ പോകുന്നതും അവിടെ ഉണ്ടായിരുന്ന പഴയ മൊമെൻറ്റ്സ് വീണ്ടും നമ്മൾ ഫ്രണ്ട്സുമായിട്ട് ഇങ്ങനെ സംസാരിച്ച് പോകുന്നതും ഒക്കെ ഒരു വല്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് സ്റ്റാൻഡിൽ വന്നു. സ്റ്റാൻഡിൽ വന്നിട്ട് നേരെ നമ്മുടെ സ്വന്തം കടയാണ് കൊട്ടാരം ബേക്ക് ഹൗസ്. സ്ഥിരം സ്പോട്ടായിരുന്നു ഇവിടെ കയറി ജ്യൂസ് കുടിക്കുക എന്നുള്ളത്. അങ്ങനെ അതും ഒന്ന് ചെറിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ കയറി ഒരു ലൈം ജ്യൂസും കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബസ് വന്ന് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. വീൽ സീ ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.